പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, വിസ പ്രോസസ്സിംഗ് നടക്കാത്തവരെ, വീട് വിൽക്കേണ്ടി വരുന്നവരെ, വീട് വാങ്ങേണ്ടി വരുന്നവരെ, ഇന്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകാനിരിക്കുന്നവരെ, പരീക്ഷകളുടെ ഇന്റർവ്യൂവിന് അനുകൂലമായ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവരെ, ആവശ്യത്തിന് ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ, ഭവനരഹിതരെ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, തെറ്റായ അവസ്ഥകളിലേക്ക് മക്കൾ പെട്ടിരിക്കുന്നവരെ, കേസുകൾ, വ്യവഹാരങ്ങൾ, പണം നഷ്ടപ്പെട്ടിരിക്കുന്നവരെ, ചതിക്കപ്പെട്ടിരിക്കുന്നവർ, അന്യാധീനപ്പെട്ടു പോയവര്, ഒരു തീരുമാനം എടുക്കാൻ വൈകിക്കൊണ്ടിരിക്കുന്നവര്, മറ്റു പലരുടെയും ഭീഷണി കൊണ്ട് സങ്കടപ്പെട്ട് വിഷമിക്കുന്നവര്, ആ മേഖലയിലെല്ലാം കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയുടെ വിടുതൽ ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രുതികട്ടെ. മഹത്വം, ദേവതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാന്തമായി മുട്ടി നിൽക്കുക. വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവരും ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, ആരാധന, മഹത്വം. ശ്രീ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ.
2:28 വായിച്ച നടപടി പുസ്തകത്തിൻ്റെ നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ 2:17 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ അനുതാപത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ദാനവും അനുതാപവും തമ്മിൽ കണക്റ്റഡ് ആണ്. പരിശുദ്ധാത്മ ദാനം എന്തൊക്കെയാണ്? പരിശുദ്ധാത്മ ദാനങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 11:2. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. പ്ലീസ് ലിസൺ. ഇത് ഇപ്പോഴുള്ള കർത്താവിൻ്റെ വെളിപാട് ലിങ്ക് മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? ലൂക്ക് നമ്മൾ നടപടി പുസ്തകം 2:38 എന്താ വായിച്ചത്? പരിശുദ്ധാത്മാവ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴടുത്ത ക്വസ്റ്റ്യൻ വരും. എന്താണ് ക്വസ്റ്റ്യൻ? പരിശുദ്ധാത്മാവിന് പശ്ചാത്തപിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ഏത് ദാനങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? 1, 2, 3, 4. ഇനി വായിക്കുക. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ദാനം ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. നമുക്ക് പശ്ചാത്തപിച്ചാൽ കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ്? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും. ജ്ഞാനം മാത്രം കിട്ടിയാൽ മതി. കരച്ചിലും ബഹളവും എല്ലാം നിൽക്കും. കരച്ചിൽ അടക്കണമെങ്കിൽ ആദ്യം കിട്ടണത് ജ്ഞാനം കിട്ടണം. ജ്ഞാനമില്ലെങ്കിൽ നമ്മളിങ്ങനെ മരണം വരെ നിലവിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ജ്ഞാനം നൽകണമേ, എൻ്റെ ടൈം ഷോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ആയുസ്സിൻ്റെ ചെറുപ്പം എന്നെ ജ്ഞാനത്തിൽ വളർത്തട്ടെ എന്ന്. ഇപ്പം എല്ലാം കടന്നു പോകുന്നു എന്നുള്ളതാണ്, ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ ജ്ഞാനം. ഇതും കടന്നു പോകും, ഒന്നും ശാശ്വതമായി നിലനിൽക്കത്തില്ല. ഈ സിറ്റുവേഷനും കടന്നു പോകും. അപ്പോഴതുകൊണ്ടാണ് ഇതും ഈ ജ്ഞാനവും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതും തമ്മിൽ കുറേ കണക്റ്റഡാണ്. നമ്മൾ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമെന്ന് വിളിക്കുന്നത് ആരെയാ? അമ്മയെ. എന്താ കാര്യം? അമ്മയിലെല്ലാം ഈ അമ്മ വാവിട്ട് കരഞ്ഞതൊന്നും നമ്മളാണ് വേഗല മാതാവിനെയൊക്കെ ഉണ്ടാക്കി കെട്ടിയെഴുന്നള്ളിക്കണത്. അമ്മയൊന്നും ബൈബിളിൽ കരഞ്ഞിട്ട് കൂടിയില്ല. അതെപ്പോഴും ഈ കരയാത്തൊരു മാതാവിനെയാണ് അവതരിപ്പിക്കേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ആ പന്തവും കൊളുത്തി പടം ഇങ്ങോട്ട് വന്ന് വന്നൊരു കാര്യമില്ല. കാര്യം അവർ ഈ സിറ്റുവേഷനിലൂടെ എല്ലാം നമ്മൾ തോട് നീന്തുന്ന ആൾക്കാർക്ക് കടൽ നീന്തിയ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമില്ലേ? മറിയ ഒരു ആവേശമാണ്. തോട് നീന്തുന്ന ആൾക്കാർക്ക് കടൽ നീന്തിയ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആവേശം. മറിയം ആവേശമാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് മറിയത്തിൻ്റെ അതായത് ഹൃദയത്തിൽ സംഗ്രഹത്തിലൂടെയാണ്. അല്ല ഭാവിട്ട് നിലവിളിച്ചുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ. നിൻ്റെ കണ്ണീരെല്ലാം
ശരിക്കും ഒരു സെക്കൻഡ് കൊണ്ട് ദൈവത്തിന് കളയാൻ. ഇപ്പം ഞാൻ ഈ സോനയുടെ സാക്ഷ്യം അവതരിപ്പിക്കാൻ കാര്യം എന്നറിയാമോ? സോനയെ ഞാൻ അനുഗ്രഹിക്കാൻ കാരണം വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞു. അവളുടെ ലൈഫ് നോക്കുമ്പോൾ നല്ല ഒരു ചിന്തിക്കാൻ വേണ്ടി മാത്രമുണ്ട്. എന്നുവെച്ചാൽ അവളുടെ അതായത് അവൾ കല്യാണം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു. അതിപ്പോൾ അതിനകത്ത് എനിക്കൊരു പ്രത്യേകിച്ച് തോന്നിയില്ല. 22 വയസ്സുകാർക്ക് എല്ലാവർക്കും തോന്നണ ഒരു വികാരമാണ് ആ കല്യാണം വേണ്ടെന്ന്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ 35 വയസ്സായാലും അവർക്ക് തോന്നും കല്യാണം വേണ്ടെന്ന്. അത് വേറെ ഒരു അസുഖമാണ്. അത് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോണത് ഒരു അസുഖമാണെന്ന് എനിക്കും. കാരണം സ്വാർത്ഥത മൂത്ത്, ഇപ്പം കള്ള് മൂത്ത് ചാരമാകണ പോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ സെൽഫ് സെൻറ്റേഡ്നെസ്. ഫെഡറലിസം സംഭാവന ചെയ്തതാണത്. ഇപ്പം നമ്മൾ ഫെഡറൽ റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കണ്ട് വലിയ കേക്ക് പുഴുങ്ങി വെച്ചിരിക്കണമെന്ന്. ഫെഡറലിസം ഉണ്ടാക്കുന്ന ഒരു പേഴ്സണലിസം ഉണ്ട്, വ്യക്തിദൈവം. ഈ വ്യക്തിദൈവത്തിൻ്റെ ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം ഐ ഡോണ്ട് വാണ്ട് ടു ഷെയർ ടു അതേഴ്സ്. ഒരു കുഞ്ഞിനെ വളർത്താൻ പോലും ഐ ആം നോട്ട് റെഡി. എന്താ കാര്യം? എൻ്റെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും. അതാണ് വിഷയം. അപ്പോൾ അത് ദൈവത്തിന് നിരക്കാത്തൊരു ജീവിതമായിട്ട് മാറും അവസാനം. കാര്യം ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഒരു കൃതജ്ഞതയാണ് ശരിക്കും. ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്തണമെന്ന് പറയണത് അതിനുവേണ്ടി സഹിക്കുന്ന സഹനങ്ങൾ അമ്മമാർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ എന്തുമാത്രം ഉണ്ടെന്ന്. അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു കൃതജ്ഞതയാണ് ശരിക്കും. അത് ദൈവത്തോട് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം. അതാരും അതിന് റെഡി അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ പദ്ധതികളെ വ്യക്തികൾ വളർന്ന് ദൈവത്തിൻ്റെ തുല്യമായിട്ട് അട്ടിമറിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ വന്ധ്യീകരിക്കപ്പെട്ടൊരു സഭയാണ് നമ്മൾ യൂറോപ്പിലൊക്കെ കാണുന്നത്. മ്യൂട്ടഡ് ചർച്ച്. 40 വയസ്സായിട്ടും ചെടുത്തിമാർ മദാമ്മമാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന മ്യൂട്ടഡ് ചർച്ച്. അവർക്ക് അതിനുള്ള സമയമില്ലെന്നാണ്. അതേസമയം തന്നെ 2-3 പട്ടിക്കുട്ടിയൊക്കെ അവർക്കുണ്ട്, ഒരു പ്രശ്നമില്ല അവർക്ക്. അപ്പം ബ്രെയിൻ ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കണം. അതിനൊക്കെ കുളിപ്പിക്കാനൊക്കെ അവർക്ക് ആവശ്യത്തിന് ഏറെ സമയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ചൊരു ഒരു ഉത്കണ്ഠയൊന്നുമില്ല ഒരു കാര്യത്തെക്കുറിച്ചും. കാര്യം ഈശോ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് നടാത്തതെല്ലാം പറിച്ച് മാറ്റപ്പെടുമെന്ന്. പറിച്ച് മാറ്റപ്പെടുന്ന ദൈവിക പദ്ധതികൾ പറിച്ചു മാറ്റപ്പെടുന്ന ഇടങ്ങളിലൂടെയാണ് ഞാൻ പലപ്പോഴും ഈ ദിവസങ്ങളൊക്കെ സഞ്ചരിച്ചത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എല്ലാം പോയി മുട്ടയിൽ നിന്ന് വരച്ച് ആ ഭൂമിയിലെല്ലാം കുരിശ് വരച്ചിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? കർത്താവിനെ അറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു അവിടെ. അവരുടെ പ്രാർത്ഥനകൾ ഇന്നും ആ ഭൂമി കിടക്കുന്നുണ്ട്. അവിടെ രക്തസാക്ഷികളെല്ലാം ഞാൻ പോയി കണ്ടു. സെയിൻറ്റ് സ്റ്റീഫനെ പോയി കണ്ടു. റോമിൽ ചെന്നപ്പോൾ നമ്മുടെ വിശുദ്ധ പത്രോസ് ബസിലിക്കയുടെ അരികിൽ കുർബാന അർപ്പിക്കാൻ കർത്താവ് എനിക്ക് അനുഗ്രഹം തന്നു. അതിനകത്തല്ല, അടുത്ത ആ ചാപ്പലിൻ്റെ നേരെ ഇടതുവശത്ത് അവിടെ കുർബാന അർപ്പിച്ചതിന് ശേഷം പിന്നെ പോയി കണ്ടത് സെയിൻറ്റ് സ്റ്റീഫനെയാണ്. ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ് സെയിൻറ്റ് സ്റ്റീഫൻ. പിന്നെ കർത്താവിന് വേണ്ടി നേരെ ചീനച്ചട്ടിയിൽ ഇട്ട് വറുക്കപ്പെട്ട സെൻറ്റ് ലോറൻസ്, അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിനും പോയി കൈതൊട്ട് കുറേ നേരം നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. പൗലോസിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ മണിക്കൂറുകളോ നിന്ന് പ്രാർത്ഥിച്ചു. പൗലോസിൻ്റെ പെടൽ വെട്ടിട്ട് തെറിച്ച് പോയ സ്ഥലമുണ്ട്. അവിടെ 3 ദേവാലയം, 3 അൾത്താരകൾ, അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. യൂറോപ്പിൻ്റെ ബലഹീനമാണ്. ഈ ബലഹീനമായ ബലഹീനമായ സ്ഥലത്ത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി പെസരുപോലെ അടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഈ 2:30 കഴിഞ്ഞിട്ടും എണീക്കുന്നില്ല, 3:30 കഴിഞ്ഞിട്ടും എണീക്കുന്നില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്ന് തട്ടി വിളിക്കുക സ്വപ്നയെന്നും പറഞ്ഞ് എൻ്റെ അമ്മായിയമ്മ വിളിക്കുന്ന പോലെയാണ് ഞാൻ വിളി കേൾക്കുന്നത്. സൗമ്യതയെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ. അപ്പം ഞാൻ ഓർക്കും, എൻ്റെ അമ്മായിയമ്മക്ക് ഇത്രയും സൗമ്യതയോ? അത്ര സൗമ്യതയുള്ള ഒച്ചയാണ് ഞാൻ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എണീക്കുന്നത് എന്തോന്നുള്ള എൻ്റെ വിളി
അതിലേറെ സൗമ്യതയിലായിരുന്നു ഞാൻ എന്തോ എന്നുള്ള വിളി ഞാൻ വിളിച്ചത്. അതെൻ്റെ അമ്മയായിരുന്നെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. പക്ഷെ എൻ്റെ അമ്മായിയമ്മയല്ല, എന്താ വിളിക്കണേന്ന് കരുതി ഞാൻ ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മ സുഖമായിട്ട് മൂടി പൊതിച്ച് കിടന്നുറങ്ങുക. അപ്പം ഞാൻ ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയം കഴിഞ്ഞു. അതിന് അമ്മ എന്നെ വിളിച്ചെണീപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ അറിയാവുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചു ഉണർത്തി. ഇന്ന മാതിരി അവർക്കൊക്കെ കേട്ടവർക്കൊക്കെ സന്തോഷമായി. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ബുധനാഴ്ചത്തെ ഉപവാസം, എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളതാണ്, ഇപ്പോഴും ഞാൻ മെഡിസിനിൽ നിൽക്കുന്ന വ്യക്തിയാണ്, എന്നാലും ബുധനാഴ്ചത്തെ ഉപവാസം ഞാൻ മുടക്കില്ല. പലപ്പോഴും എൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ അമ്മ എന്നെ അത് മറപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ചില സമയങ്ങൾ. പക്ഷെ ഞാനത് ഓർത്ത് ഞാൻ ആ ഉപവാസം ഞാൻ ഹോസ്പിറ്റലിലാണെങ്കിലും വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും ഞാനത് എടുക്കും. ഇപ്പം ശരിക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ, ഈ തടസ്സങ്ങൾ എൻ്റെ ഈ കല്യാണത്തിൽ വന്നു. കഴിച്ച് നല്ലൊരു ബന്ധമാണ് വന്നതെങ്കിലും തടസ്സങ്ങൾ, പൈശാചിക ശക്തി ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ എനിക്ക് നല്ലൊരു വീടാണ്, നല്ലൊരു അച്ഛനും 3 ആൺമക്കളും. അമ്മയില്ല, അമ്മ ചെറുതിലെ അതുങ്ങളുടെ ക്യാൻസർ വന്ന് മരിച്ചുപോയി. ഞാനപ്പോൾ ഓർത്ത് അവർക്ക് ഞാനൊരു അമ്മയാകാം, എനിക്ക് എൻ്റെ മാതാവ് അമ്മയാവുന്നത് പോലെ ആ മക്കൾക്ക് ഞാനൊരു അമ്മയാകാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അത്രയും സന്തോഷകരമായൊരു കുടുംബമാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു അച്ഛൻ്റെ പെങ്ങളെ കണ്ട്, അവരുടെ അച്ഛൻ്റെ പെങ്ങൾ, അവർ നല്ല സന്തോഷവതിയാണ് ഈ കല്യാണ കാര്യത്തിൽ. പക്ഷെ അവർ അന്ന് കാണുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, വാട്സപ്പ് നമ്പറും എല്ലാം തന്ന് അവരെന്നെ വിട്ടതാണ്. പക്ഷെ പിന്നെ ഞാൻ കേൾക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് തലവേദന തുടങ്ങി, ക്യാൻസറായി, അവർ അബോധാവസ്ഥയിലായി. ഒരാഴ്ച ആസ്പത്രിയിൽ കൊണ്ടുവന്ന് ലാസ്റ്റ് സ്റ്റേജ് അവരെ കൊണ്ടുവന്നത് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് അവരുടെ മരണമാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ദുരന്തം. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുകാണൽ ചടങ്ങിൽ പോലും ഭയങ്കര സന്തോഷമായിട്ട് നിന്ന വ്യക്തി, ഓടി നടന്ന് പണിയെടുത്തിരുന്ന വ്യക്തി, പെട്ടെന്ന് ആൾക്കൊരു അസുഖം വന്ന് ആൾ ഒരു 2 മാസത്തിനുള്ളിൽ കരളിൽ ക്യാൻസർ. അപ്പോൾ ഈ കല്യാണക്കാര്യം വന്നാൽ പിന്നെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ മാതാവിനോട്, മാതാവേ കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണം വന്നപ്പോഴും എനിക്കിങ്ങനെ ഒത്തിരി തടസ്സങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും നീ എന്നെ അതിലോട്ടാണ് കൊണ്ടെത്തിക്കണേ. അത് കഴിഞ്ഞ് എൻഗേജ്മെൻറ്റിന് ഇവരെനിക്ക് ചെക്കൻ്റെ വീട്ടുകാർ ഡേറ്റ് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ആ ഡേറ്റ് എൻഗേജ്മെൻറ്റിന് വായിക്കണം, ആ ഡേറ്റ് കല്യാണ ഡേറ്റ്. പക്ഷെ ഇവരെന്ത് ചെയ്താൽ ഞങ്ങൾക്ക് ഡേറ്റ് തരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇളയ 2 മക്കളുടെയും കല്യാണം ഉറച്ച്, മൂത്ത മകൻ്റെ കല്യാണം ആയിട്ടില്ല. അതിൽ ആ അച്ഛൻ വളരെയധികം നീറുകയാണ്. അപ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര വിഷമം. കാരണം ഈ ഇളയ 2 മക്കളുടെ കല്യാണം അമ്മ ഇല്ലാണ്ട് നടത്തണമല്ലോ, അപ്പോൾ ഈ മൂത്ത മകൻ ഇങ്ങനെ നിന്നുമല്ല എന്ന് പറഞ്ഞ് ഇവർ ഞങ്ങൾക്ക് കല്യാണത്തിന് ഡേറ്റ് തരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അത് കേട്ടപ്പോൾ ഒത്തിരി ടെൻഷനായി. എന്ത് ചെയ്യും, ഇവർ ഡേറ്റ് തരാണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. നിശ്ചയത്തിൻ്റെ തലേന്ന് ഞാൻ എൻ്റെ ഈ ചേട്ടൻ്റെ മോളുമായിട്ട്, മോളെ ഒരാളെയും കൂട്ടാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ ഇവിടെ വന്നു പോയാലും ഉടമ്പടി എടുത്തിട്ട് എല്ലാ മാസവും ഞാൻ ഇവിടെ വരും, പത്രം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യും. ഞാൻ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ കൃപാസ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ് ഞാൻ ജപമാല എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ബുക്ക് എൻ്റെ ജീവിതമാണെന്നുള്ളത്. അന്ന് തൊട്ട് ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. അത് അച്ഛനിലൂടെ ഞാൻ അറിഞ്ഞു ജപമാല എങ്ങനെയാ ചൊല്ലണ്ടേന്ന്. അത് ഞാൻ പഠിച്ചെടുത്ത് സ്വന്തമായിട്ട് തന്നെ ഞാൻ പഠിച്ച ആ ജപമാല ഞാൻ 2 നേരം വെളുപ്പിനെണീറ്റ് ശരികത്തിക്കുമ്പോൾ ഞാൻ ആ ജപമാല ചൊല്ലി തീർക്കും. വൈകിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം അതേ എന്നെ കൊണ്ട് പറ്റുള്ളായിരിക്കും, 1ഓ 2ഓ ഞാൻ ചൊല്ലാം, എന്നെ കൊണ്ട് പറ്റുന്നത് 2 നേരവും ഞാൻ ചൊല്ലാം. അത് ഞാൻ ഇവിടെ വന്നിരുന്നു ഓരോ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും ഓരോ മാസം വരുമ്പോഴും ഒരു കൊന്ത ഞാൻ ഇവിടെ നിന്ന് മുട്ടിൽ നിന്ന് ഞാൻ തീർത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകാറുള്ളൂ. അപ്പോൾ ഇവർ ഡേറ്റ് തരാണ്ടായപ്പോൾ ഞാൻ എന്ത് കരുതിയെന്നാൽ, ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ 6 മണിക്ക് ഇറങ്ങുന്ന വ്യക്തിയാണ്. ഞാൻ ഒറ്റയ്ക്ക് വരാൻ തീരുമാനിച്ചു. അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ സങ്കടം പറയണം, എനിക്ക് ഡേറ്റ് അവർ തന്നേ പറ്റൂ, അല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ നിശ്ചയം നടക്കില്ല. വളരെയധികം പ്രശ്നത്തിലോട്ട് അത് പോകും. ഇനി ഒരു പ്രശ്നത്തിലോട്ട് എൻ്റെ മോളുടെ കല്യാണം പോകാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ മാതാവായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് വന്നാൽ തിരിച്ചു പോകാൻ വൈകുമെന്നുള്ളത് മാതാവിനറിയാം, പക്ഷെ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് മാതാവ് എന്നെ ജോലി കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ്റെ മോളെ എനിക്ക് കൂട്ടിനായിട്ട് വിട്ടു. അവളും ഞാൻ എങ്ങനെയോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ വരാൻ്റെ കൂടെ. 6 മണിക്ക് ഞാൻ ഇറങ്ങിയിട്ട് എനിക്ക് വണ്ടി കിട്ടിയില്ല. 7 മണി 7:30 മണിക്ക് ഞാൻ കയറി. ഇവിടുത്തെ ബ്ലോക്കും കഴിഞ്ഞ് ഇവിടെ ഞാൻ എത്തുമ്പോൾ 8 മണി. 8 മണിക്ക് സെക്യൂരിറ്റി, ഇവിടെ ആരും തന്നെ ഇല്ല, 1-2 പേരുണ്ട്. സെക്യൂരിറ്റി പറഞ്ഞു എത്രയും പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം, ഗേറ്റ് പൂട്ടാനുള്ളതെന്ന്. ഞാൻ ഈ ചേട്ടൻ്റെ മോളും കൂടെ ഞാൻ ഇവിടെ വന്ന് ഈ മുട്ടിൽ നിന്ന്, ഈ ക്യാമറ ഇരിക്കുന്ന അവിടെ നിന്ന് ഞാൻ മുട്ടിൽ നിന്ന് ഒരു കൊന്ത ഞാൻ ചൊല്ലി തീർത്തു. മാതാവേ ഞാൻ എന്തിനാ ഇവിടെ വന്നേക്കണെന്ന് എനിക്കറിയാം,
എന്നെപ്പോലെ നിനക്കറിയാം, നീ എനിക്ക് നാളെ ആ സമയം അവർ കുറിച്ച് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ അതുവഴി ഞാൻ സങ്കടം തീർത്ത് ഞാൻ ഇവിടെ നിന്ന് ഞാൻ പോയി. ഞാൻ പിറ്റേ ദിവസം എൻ്റെ ഈ എന്നെ ഇവിടെ കൊണ്ടുവന്ന ഫ്രണ്ട് തന്നെയാണ് ഞങ്ങളുടെ കാറ്ററിംഗ് പരിപാടി എല്ലാം ചെയ്യുന്നത്. അവരുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവരെന്നോട് പറയുക, മാതാവ് പറയുന്ന പോലെ എൻ്റെ കൂട്ടുകാരത്തെ എന്നോട് പറയുക, സ്വപ്ന താൻ വിഷമിക്കല്ലേ, ആ സ്റ്റേജിൽ ആ സമയത്ത് അവർ മുഹൂർത്തത്തെ എനിക്ക് കുറിച്ച് തരും.